Hi Carrots, and welcome back to my channel. Carrots ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന 2026 നേവി SSR MR MAയുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസിലാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സും പ്രീവിയസ് ഇയറിലെ നമ്മുടെ കുട്ടികളുടെ അപ്ഡേറ്റ്സും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് 2026 നേവി SSR MR MAയുടെ മാർക്കോസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും അറിയാം 2026 നേവി SSR MR MAയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് April 6 ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം, 10ാം ക്ലാസ് പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം, +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം, +2 പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. വേക്കൻസി 8000+ ആണ് വന്നിരിക്കുന്നത്. ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതേ സെയിം ചാനൽ തന്നെ വീഡിയോ ലിസ്റ്റിൽ പോവുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2ൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 60 days ചലഞ്ച് അപ്ഡേറ്റ് ചെയ്താണ് നമ്മൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫുൾ കാണുക. 2026 നേവി SSR MR MA ബാച്ചിൻ്റെ നെയിമാണ് മാർക്കോസ് ബാച്ച്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അറിയേണ്ടുന്നത് ഇത് ഓൺലൈൻ ആണോ അതോ ഓഫ്ലൈൻ ആണോ എന്നതിനെ കുറിച്ചിട്ടാണ്. ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അറിയേണ്ടുന്നത് ഫാക്കൽറ്റിയുടെ അപ്ഡേറ്റ്സ് ആണ്. ഫിസിക്സ് കെമിസ്ട്രിക്ക് സെപ്പറേറ്റ് ഫാക്കൽറ്റി, ബയോളജി, GK, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് എല്ലാത്തിനും ഇവിടെ സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. നേവി SSR MAയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതേപോലെ MRൻ്റെ കാര്യം പറയുകയാണെങ്കിലും സിലബസ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്, അതേപോലെ GK ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് ആണുള്ളത്. പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സിലബസുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നത് തന്നെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫാക്കൽറ്റിയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ക്ലാസ് അപ്ഡേറ്റ് ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ കുട്ടികളെ റെക്കോർഡഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന ഒരു കേഡറ്റ് ആയിരിക്കും, അതേപോലെ 10ാം ക്ലാസ് പഠിക്കുന്ന കേഡറ്റ് ആയിരിക്കും, പിന്നെ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ, ലൈവ് ക്ലാസ് കാണാൻ ടൈം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സമയത്ത് കയറി ആന ഡിഫൻസ് അക്കാഡമിയുടെ ആപ്പിൽ കൂടി നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ക്ലാസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് DPP ലഭിക്കുന്നതായിരിക്കും. അതായത് ട്രേഡ് അനുസരിച്ച്, അതായത് SSR എങ്കിൽ SR, MR എങ്കിൽ MR, അതനുസരിച്ച് നിങ്ങൾക്ക് DPP ലഭിക്കുന്നതായിരിക്കും. പിന്നെ റിവിഷൻ ക്ലാസ് കിട്ടും, മെഡിക്കൽ അവയർനെസ് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് PDF നോട്ട്സും അതേപോലെ DPPയും ലഭിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്. ഇനിയും പറയാനുണ്ട്. ഇത് ബേസിക് കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് എത്ര മോക്ക് ടെസ്റ്റ് ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. നോക്കൂ കുട്ടികളെ, നേവി SSRൻ്റെ 30 മോക്ക് ടെസ്റ്റ്, MRൻ്റെ 30 മോക്ക് ടെസ്റ്റ്, MAയുടെ 10 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിച്ച് തുടങ്ങുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് മനസ്സിലായി. നെക്സ്റ്റ് ആണ് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. SSRൻ്റെ പ്രോപ്പർ അതേ രീതിയിൽ തന്നെ SSRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ക്ലിയർ ലൈവ് ക്ലാസ്, റെക്കോർഡഡ്. വാലിഡിറ്റി ഈ ഒരു ക്ലാസ്സിന് നിങ്ങളുടെ നേവിയുടെ INET എക്സാം വരെയാണ്. ഡൗട്ട് സോൾവിംഗ് സെക്ഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മെൻറ്റർ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലൈവ് സെഷനിൽ, അതായത് ഫാക്കൽറ്റിയുടെ ക്ലാസ് വരുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും PDF ആയിട്ട്. റിവിഷൻ, ഫൈനലി മോക്ക് ടെസ്റ്റ്. 100% സിലക്ഷൻ നമ്മൾ ഗ്യാരണ്ടി ചെയ്യണം. കാരണം എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സും സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നോക്കൂ കുട്ടികളെ, വി ആൾസോ പ്രൊവൈഡ് സ്റ്റേജ് 2. ഇന്ത്യൻ നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 പാസ്സാകണം, സ്റ്റേജ് 2 പാസ്സായിരിക്കണം. സ്റ്റേജ് 1 പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജ് 2 പോകാൻ പറ്റത്തുള്ളൂ. സ്റ്റേജ് 2 പാസിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈ മാത്രമാണ്. നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്ത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 റിട്ടേൺ എക്സാം ഉണ്ട്. സ്റ്റേജ് 2 റിട്ടേൺ എക്സാമിന് നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മെഡിക്കൽ വരുന്നത്. അപ്പോൾ ആന ഡിഫൻസ്
ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റേജ് 1ൻ്റെ ക്ലാസ്സും കിട്ടും. സ്റ്റേജ് 1 പാസ്സാകുമ്പോൾ സ്റ്റേജ് 2ലേക്ക് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2ലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അതേപോലെ റിട്ടൺ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. റെക്കോർഡഡ് ആയിട്ട് സ്റ്റേജ് 1ൽ പഠിച്ചത് അതേ സെയിം സിലബസ് തന്നെയാണ് സ്റ്റേജ് 2ലും. ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 വരുമ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനാണ് എക്സാം വരുന്നത്. അതേപോലെ നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റേജ് 2ൽ. കേട്ടോ കൂട്ടുകൾ, സ്റ്റേജ് 1 ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അത് പാസ്സായാലും പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫിസിക്കലിൻ്റെ കാര്യം പറഞ്ഞാൽ ഈവൻ്റ് ആണ് 1.6 കിലോമീറ്റർ റണ്ണിങ്. അതിൻ്റെ പ്രോപ്പർ ട്രെയിനിങ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്ക്വാഡ്സ്, പുഷപ്പ്, ബെന്നി, സിറ്റപ്പ് ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ ഒറ്റ പാക്കേജിലാണ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ വേറെ ഒരു അക്കാഡമിയിൽ നിന്ന് ക്ലാസ് ലഭിക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇത്രയും ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സിലബസും ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്കും 2026 നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2025 ഫസ്റ്റ് ഇൻടേക്ക് സെക്കൻഡ് ഇൻടേക്കിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണിത്. ഇനിയൊരു ഇൻടേക്ക് ബാലൻസ് ആണ്. ആ ഒരു ഇൻടേക്കിന്റെ സ്റ്റേജ് 2 നടക്കാൻ പോകുന്നത് മാർച്ച് ആൻഡ് ഏപ്രിൽ മന്തിലാണ്. മനസ്സിലായി? ഇപ്പോഴാണ് അവരുടെ റിസൾട്ട് വന്ന് ഇനി ഏപ്രിൽ മെയ്യിലാണ് അവരുടെ സ്റ്റേജ് 2 നടക്കാൻ പോകുന്നത്. ആ ഒരു ഇൻടേക്കിലേക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇത് 2 ഇൻടേക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ അക്കാഡമി നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഇന്ത്യൻ നേവിയിലേക്ക് ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുത്ത വേറെ ഒരു അക്കാഡമി കാണത്തില്ല. കാരണം നമ്മൾ പ്രോപ്പർ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. MRന്റെ ടോട്ടൽ ഫീസ് 2500 ആണ്. SSRന്റെ 4000 ആണ്. MAയുടേത് 4000 ആണ്. ബാക്കി ഈ ക്ലാസ് ഫെസിലിറ്റീസ് എല്ലാം ആൾറെഡി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കാൻ ഇനി ടൈം വളരെ കുറവാണ്. നേരത്തെ പഠിച്ചു തുടങ്ങുക. ഈസി ആയിട്ട് നിങ്ങൾക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്റ്റേജ് 1ഉം അതേപോലെ തന്നെ സ്റ്റേജ് 2ഉം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു കുറഞ്ഞ ഫീസിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. വേറെ എവിടെയെങ്കിലും ക്ലാസ്സുകൾ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം ഞാൻ എല്ലാമാണ് പറയുന്നത്. സ്റ്റേജ് 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ട്രെയിനിങ് അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയ കുട്ടികളെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയും ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. 2026 നേവി SSR MAക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. 8000+ വേക്കൻസിയാണ്. ചാൻസ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.